ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷമായിട്ട് നടത്തണമെന്ന് നവീൻ തീരുമാനിച്ചെന്ന്. അതിന് മോളെയും കൂട്ടി ചെല്ലണമെന്ന് പറയാനായിട്ടാ സുമിത്ര വിളിച്ചത്. ചെല്ലാന്ന് മാം പറഞ്ഞല്ലോ. ഗാഥ മാഡത്തെയും കൂട്ടിക്കൊണ്ട് പോവാനാണോ? അതൊരു കാരണവശാലും ഇല്ല. ഇനി കളരിക്കൽ തറവാട്ടിൽ എന്റെ മോള് കാലു കുത്തില്ല. അപ്പോ കൃഷ്ണയെ തിരികെ വിളിക്കാനാണോ? വരുമല്ലോ സാറേ പ്രിയതമ്മ. സാറേ സാറേ നാളെ ഫംഗ്ഷന് മുമ്പേ നമുക്ക് ഈ ലോണൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ സാറേ ആ ഗാഥാമാടത്തെ ഫോണിൽ വിളിച്ചിട്ടേ ഒരു കാര്യം പ്രത്യേകം പറയണം. അന്നിട്ട് ആ ഹൈ ഹീൽഡ് ചെരുപ്പില്ലേ അതെടുക്കാൻ പറയണം. അല്ല അതിട്ടാലല്ലേ ഗാഥാമാടത്തിന് വീഴാൻ സൗകര്യം. ഗാഥമട അങ്ങനെ സൗകര്യത്തിന് വീണാനല്ലേ സാറിന് സൗകര്യപൂർവ്വം പിടിക്കാൻ പറ്റൂ. എന്നാലല്ലേ രണ്ടുപേർക്കും കണ്ണി നോക്കി കെട്ടിപ്പിടർന്ന് കിടക്കാൻ പറ്റൂ. എന്റെ സാറേ അന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കുന്ന കണ്ടിട്ട് സത്യം പറയാലോ കൊതിയായിപ്പോയി. പ്രേമിക്കുന്നെങ്കിലേ ഇങ്ങനെ പ്രേമിക്കണം. അപ്പോ സാറ് വിളിച്ചിട്ട് ആ ചെരുപ്പിന്റെ കാര്യം പറയൂലോ അല്ലേ? എടോ ഈ അടുത്ത കാലത്തായിട്ടെ താൻ കുറച്ച് ഓവറാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളാ തന്റെ നാവിന്ന് വരുന്നത്. അയ്യോ സോറി സാറേ, സോറി. സാറേ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ ബോംബെ പാർട്ടി ഉണ്ടല്ലോ, അവരെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് അയക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറൊന്ന് ഒപ്പിട്ട് തന്നാ അത് അയക്കാനുള്ള കാര്യങ്ങൾ നോക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനം വാങ്ങിച്ച ഒരു ലാൻഡ് ഉണ്ടല്ലോ, ആ കോർപ്പറേഷൻ ഓഫീസിന്റെ ബാക്ക് സൈഡ്, അതിന്റെ ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യണം. എടോ ഈ നേരത്താണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല വേറെ കാര്യങ്ങൾ പറഞ്ഞാ സാറ് സീരിയസ് ആയിട്ടിരിക്കൂലേ? എങ്കിൽ പിന്നെ സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാന്ന് കരുതി. താൻ പറഞ്ഞോണ്ട് വന്ന കാര്യം എന്താ? എന്ത് കാര്യം? അല്ലടോ താൻ ഗാദരെന്തോ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ടാക്സ് അടയ്ക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ? താൻ മിണ്ടി പോകരുത്. ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർമ്മ വേണം. എടോ താൻ പറഞ്ഞിട്ട് 2 മിനിറ്റ് പോലും ആയില്ലല്ലോ. വിട്ടുകള സാറേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട്. എടോ കുറച്ച് സമയം വേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ? എടോ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറച്ചൊക്കെ പറയാം. താൻ ഓവർ ആക്കാതിരുന്നാ മതി. ആണോ? എന്നാലേ അങ്ങനെ കേട്ട് സൂഹിക്കണ്ട സാറേ. ഗാഥമാടത്തെ കുറിച്ച് പറയുന്നത് കേട്ടോണ്ടിരിക്കുകയും വേണം, എന്നാ ഗൗരവക്കാരാണെന്ന് എന്റെ മുന്നിൽ നടിക്കുകയും വേണം. അതെ ഞാൻ പറയാം, പക്ഷെ അത് കേൾക്കുന്നത് സുഖമാണെന്ന് സാർ എന്നോട് സമ്മതിക്കണം. എടോ താൻ ചുമ്മാ അങ്ങനെ പറയുന്നത് കേൾക്കാൻ സുഖമുണ്ടോ ഇല്ലയോ? ആ ചെറിയ സുഖമൊക്കെ ഉണ്ട്. ചെറിയ സുഖമുള്ളോ? എന്നാ പിന്നെ എന്തിനാ സാറേ? എടോ ഒന്ന് നിർത്തടോ. എടോ ഗാഥയെ കുറിച്ച് പറഞ്ഞു കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. കഴിഞ്ഞല്ലോ പ്രശ്നം. താൻ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറ. ദൈവമേ, എന്റെ സാറ് കൈവിട്ടുപോയി. പെണ്ണും പിടക്കൊഴിയൊന്നും വേണ്ട, ബിസിനസ് ആണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു തന്ന സാറാ. ഇപ്പൊ ബിസിനസ് പോയ വഴിയേ കാണാനില്ല. ഹലോ ഹലോ സിതാരെ, ഞാൻ സുമിത്രയാ. പറയൂ, എന്താ നേരത്ത്? ഒരു ചെറിയ വിശേഷമുണ്ട്. നാളെ നന്ദേട്ടന്റെ എന്റെയും വിവാഹ വാർഷികം. കൺഗ്രാറ്റ്സ്. സാധാരണ വലിയ ചടങ്ങൊന്നും അങ്ങനെ നടത്താറില്ല, പക്ഷെ ഇത്തവണ നവീന് നിർബന്ധം. അത് ആഘോഷിച്ചേ പറ്റൂന്ന്. വിവാഹത്തിന്റെ കാര്യം തീരുമാനിച്ച പിന്നെ അവന് വല്ലാത്ത മാറ്റോ. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എന്നും ഇല്ലാത്ത ഒരു ഉത്സാഹം എന്റെ കുട്ടിക്ക്. നവീനത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യല്ലേ, നടക്കട്ടെ.
ഞാൻ വിളിച്ചതേ സിത്താരയും ഗാഥയും അതിൽ പങ്കെടുക്കണോന്ന് പറയാനാ. ഫോണൊന്ന് ഗാഥമോൾക്ക് കൊടുക്കാവോ? ഞാൻ പറയാം. ആ, അത് മോൾ ഉറങ്ങി. അയ്യോ, അതെന്ത് പറ്റി? സാധാരണ നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ ലേറ്റ് ആവുമെന്നാണല്ലോ മോൾ എന്നോട് പറഞ്ഞത്. അത് പിന്നെ മോക്ക് ചെറിയൊരു ക്ഷീണോടെന്ന് പറഞ്ഞു. കിടന്നോളം ഞാൻ തന്നെ നിർബന്ധിച്ചു. ഓ, എന്നാ നിർബന്ധിക്കണ്ട. സിത്താര മോളെയും കൂട്ടി നാളെ ഇങ്ങോട്ടേക്ക് എത്തിയാ മതി. ഞാൻ നവീനെ അയക്കണോ രാവിലെ? വേണ്ട, ഞങ്ങൾ എത്തിക്കോളാം. സിത്താര വാക്ക് പറഞ്ഞ പിന്നെ എനിക്ക് വിശ്വാസക്കുറവില്ല. എങ്കി നാളെ കാണാം. ഞാൻ ഫോൺ വെക്കട്ടെ? ശരി. എന്തു പറ്റി മാം? ഇതിനിടയിൽ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നു. നവീന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷമായിട്ട് നടത്തണമെന്ന് നവീൻ തീരുമാനിച്ചെന്ന്. അതിന് മോളെയും കൂട്ടി ചെല്ലണമെന്ന് പറയാനായിട്ടാ സുമിത്ര വിളിച്ചത്. ചെല്ലാന്ന് മാം പറഞ്ഞല്ലോ. ഗാഥ മാഡത്തെയും കൂട്ടിക്കൊണ്ട് പോവാനാണോ? അതൊരു കാരണവശാലും ഇല്ല. ഇനി കളരിക്കൽ തറവാട്ടിൽ എന്റെ മോള് കാല് കുത്തില്ല. അപ്പോ കൃഷ്ണയെ തിരികെ വിളിക്കാനാണോ? അവളുടെ അമ്മയുടെ കണ്ടീഷൻ എന്താന്ന് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ അവള് തിരിച്ചു വരട്ടെ. ഞാൻ പറയാം. ഉഫ്, ഒരു വിധത്തിൽ മനസ്സിന് സമാധാനം കിട്ടില്ല എന്നുള്ള തരത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ആഘോഷം നടത്തേണ്ട കാര്യം എന്താ അവർക്ക്? അല്ല, നടത്തിക്കോട്ടെ. അതിനെന്താ എന്നെ മോളെ ക്ഷണിക്കുന്നത്? ആവശ്യമില്ലാത്ത കുറെ ശാപങ്ങള് വാരി വലിച്ച് തല വെച്ചിരിക്കുന്ന ഒരു കുടുംബം. എന്നിട്ട് മറ്റുള്ളവരുടെ സമാധാനം കൂടി ഇല്ലാണ്ടാക്കാൻ നോക്കാം. എന്തൊക്കെയാടി കേൾക്കുന്നേ? ആൾമാറാട്ടം നടത്തിയേ, അതിന് ശമ്പളം വാങ്ങിക്കേ. വേണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാ ഉണ്ണി. എന്നെ ഗോപാലമാമനും സുനന്ദിച്ചൊക്കെ നിർബന്ധിച്ചോണ്ടാ ഞാൻ അവസാനം ഇതിന് സമ്മതിച്ച. അവരാണെങ്കില് അമ്മയുടെ ഓപ്പറേഷനുള്ള കാശ് അക്കൗണ്ടിൽ ഇട്ട് തരുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഊരാക്കുടുക്കില്ല ഞാൻ പെട്ടുകിടക്കുന്നേന്ന്. കാശുള്ളവരുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ. നിന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് അവരെന്താ ഉദ്ദേശിക്കുന്നേ? അവിടെ ഒരു പെൺകുട്ടിയില്ലേ ഗാഥ, അവക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വീട്ടുകാര് അതറിയാൻ പാടില്ല. അത്രേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും നിന്നെ പോലെ തന്നെയാണോ ആ പെണ്ണ്? അതേന്നേ, അവരുടെ മുന്നിൽ ചെന്ന് നിന്നാ ഞാൻ കണ്ണാടി നോക്കുന്ന പോലെയുണ്ട്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണേ കൃഷ്ണൻ. അവർക്കൊന്നും വലിയ മനുഷ്യത്വമൊന്നും കാണൂല. ഇനി ഞാൻ ആരെ വിളിക്കാനാ? തിരിച്ചു പോന്നാലൊന്നും അവര് പൊറുക്കൂല. പണം തിരിച്ചു കൊടുക്കണം. അമ്മയുടെ ഓപ്പറേഷൻ കുറെ കൂടെ നീളും.